ചപ്പാത്തിക്കുള്ള കറിയാണ് ഉണ്ടാക്കുന്നത്. അതിനാവശ്യമായുള്ള സാധനങ്ങളാണ് ഇത്. എടുത്തോളണം. ജീരകം ഇതൊക്കെ ഇടാം. ഏലക്കായ, പുളി, ഉപ്പ്, പച്ചമുളക്, കറിവേപ്പില, സവോള. ആവശ്യത്തിനുള്ള മൂത്ത് വരയ്ക്കും. ഇതൊരുവിധം വഴണ്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് തക്കാളി ആഡ് ചെയ്യാം. ഒരു ചെറിയ സൈസ് 2 തക്കാളിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. പൊടികളിൽ നിന്ന് വഴണ്ടിയതിന് ശേഷമാണ് നമ്മൾ പൊടികൾ ചേർക്കുന്നത്. ഒരു കഷ്ണം, ചെറിയ കഷ്ണം പുളിയും 2 വെള്ള ശർക്കരയും ചേർക്കുന്നുണ്ട്. അത് ഇതിൻ്റെ കൂടെ തന്നെ സോഫ്റ്റായിട്ട് വന്നോളൂ. അത് നമ്മൾ തന്നെ ചെയ്യാം. ഇപ്പോൾ നമുക്ക് ആവശ്യമായുള്ള പൊടികളാണ് ഇത്. മല്ലിപ്പൊടി, സാധാരണ മുളക് പൊടി, കുരുമുളക് പൊടി, ചാറ്റ് മസാല പൗഡർ. ഞാൻ ഇതാണ് ചാറ്റ് മസാല പൗഡർ ഇട്ടേക്കുന്നത്. ഇതാണ് പിന്നെ ഗരം മസാലപ്പൊടി, പിന്നെ ഇത്തിരി മഞ്ഞൾപ്പൊടി. ഇത്രയാണ് സാധനങ്ങൾ. ഇത് ചേർക്കാതിരിക്കും. നമ്മളിത് വേവിച്ച് വെച്ചിരിക്കുന്ന വെള്ളക്കടലയാണ്. ജസ്റ്റ് നമ്മളതൊന്ന് ഉടച്ചെടുക്കുകയാണ്. മസാലക്കറിയാണ്, ചപ്പാത്തിക്കുള്ള മസാലക്കറിയാണ്. ഒപ്പം ഒരു 1.5 ടേബിൾ സ്പൂണോളം ടൊമാറ്റോ സോസ് ആഡ് ചെയ്യണം. വെള്ളം ആഡ് ചെയ്യണം കേട്ടോ. ഉള്ളിക്കറി പെട്ടെന്ന് നമുക്ക് വീട്ടിൽ ഉണ്ടാക്കാം. ആവശ്യത്തിന് കണ്ട ചിലന്ന് പതുക്കെ ഉടച്ചു. അപ്പോൾ നന്നായിട്ട് അതിലേക്ക് കുറുകി ചേർന്നു. വേറൊന്നും നമ്മൾ ചേർക്കണ്ട. ഇനിയിപ്പോൾ അവസാന ഘട്ടത്തിൽ മല്ലിയിലയാണ് ചേർക്കുന്നത്. ഞാനിത് ഇനി എൻ്റെ മോനെ കൊണ്ട് ടേസ്റ്റ് ചെയ്യിപ്പിക്കണം. അത് ഇനി ഒരു സർവിംഗ് ഡിഷിലേക്ക് മാറ്റാം. ഞാനുണ്ടാക്കി കഴിഞ്ഞാൽ ഇത് പരിപാടി പോലെ ഇത് ചെന എന്നൊരു വൈറ്റ് വെള്ളം അടിപൊളി അടിപൊളി നല്ല മസാല കേട്ടോ. മല്ലിയിലയുടെ അംശം നല്ല ടേസ്റ്റ് ഉണ്ട്. താങ്ക് യു നാളെയും പ്രതീക്ഷിക്കുന്നു.